വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇനിയും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. മാർച്ച് മാസം 20 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. മാർച്ചിൽ തന്നെ എല്ലാവരുടെയും പരീക്ഷകൾ കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 1 മാസം മാത്രമേ ഇനി പരീക്ഷയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. 6ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ കോളേജിലെ സൂപ്പർ സീനിയേഴ്സാണ് നിങ്ങൾക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇൻറ്റേർണൽ മാർക്സിൻ്റെ ചില വർക്കുകൾ പെൻഡിങ് ഉണ്ടാവും. ദെൻ പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരിക്കും. അതിനിടയിലാണ് നമ്മുടെ പരീക്ഷകൾ. മറ്റുള്ള പരീക്ഷകളെ പോലെയല്ല. 6ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ വരാറുണ്ട്. പിന്നെ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റഡ് അല്ല, യെറ്റ് ടു ബി കംപ്ലീറ്റഡ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും? ദെൻ സിലബസോ ക്വസ്റ്റ്യൻ പേപ്പറോ അതായത് PYQs ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ എങ്ങനെ പഠിക്കും, എങ്ങനെ ജയിക്കുമെന്നൊക്കെ. നിങ്ങളൊരു കാര്യം ഓർക്കുക, 5 സെമസ്റ്റർ എഴുതി ജയിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഇനിയൊരു സെമസ്റ്ററിന് വേണ്ടിയിട്ട് കാലം മുടക്കരുത് എന്ന് തന്നെയാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ 1 മാസമുണ്ട് ഞങ്ങൾക്ക് ഇനി. ആ സമയം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി ജയിക്കാനും ഫർദർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോലിക്കോ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ പല ആവർത്തി പല വീഡിയോസിൽ പറയുന്നത് പോലെ 1, 2, 3 സെമസ്റ്ററിൽ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം അവസാനിക്കുന്ന മുമ്പ് തന്നെ പരീക്ഷകൾ എഴുതി ജയിക്കാവുന്നതാണ്. എന്നാൽ 4, 5, 6 സെമസ്റ്റർ പരീക്ഷകളിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ 1 വർഷം പോകും. ജൂനിയേഴ്സിനൊപ്പമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 3 വർഷ ഡിഗ്രിയും 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിലധികം ലാഗാവാനും സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഉള്ള സമയം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പറേഷൻ നടത്തുക, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക, വേണ്ട തിരുത്തലുകൾ വരുത്തി ടീച്ചേഴ്സിനോട് സംശയങ്ങൾ ചോദിച്ച് ആ സംശയങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി അവതാളത്തിലാവും, നമ്മുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകും. ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. പരീക്ഷയുടെ തലേദിവസമല്ല പഠിക്കേണ്ടത്. മുൻകൂട്ടി പഠിച്ച് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസത്തോടു കൂടി മൈൻഡ് ഫ്രഷായി സ്ട്രെസ് റിലീഫായി നിങ്ങൾക്ക് പരീക്ഷയെ സമീപിക്കാനും നല്ല മാർക്കോടുകൂടി ജയിക്കാനും സാധിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ CUET എക്സാമിനേഷനും 3rd ഇയർ അതായത് 6ാം സെമസ്റ്റർ പരീക്ഷയുമായിട്ട് ക്ലാഷ് വരുമെന്ന കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റി വേണ്ട കരുതലുകൾ എടുത്തോളും. നിങ്ങളിപ്പോൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്രസക്തമാണെന്ന കാര്യം മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.